السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദുൽഹിജ്ജ മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് ഉദ്ഹിയ്യത്ത് അഥവാ ബലികർമ്മം. എല്ലാ ഉദ്ഹിയ്യത്തിൻ്റെ സമയത്തും ഓരോ വർഷവും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഉദ്ഹിയ്യത്തിൻ്റെ മാംസം അത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്വ ബോർഡായ ലജ്നത്ത് ദായിമയോടും അവരുടെ തലവനായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയോടുമൊക്കെ ഈ ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് അവർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: നമ്മളോട് യുദ്ധം ചെയ്യാത്ത, ഇസ്ലാമിനോട് ശത്രുത വെച്ചു പുലർത്താത്ത അമുസ്ലിമായൊരു മനുഷ്യന് ഉദ്ഹിയ്യത്തിൻ്റെ മാംസം കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല, അതവർക്ക് നൽകാവുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഓതുന്നൊരായത്തുണ്ട് അതിന് തെളിവായിട്ട്. 60-ാം അധ്യായം സൂറത്തുൽ മുംതഹനയിലെ 8-ാമത്തെ വചനം: ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കാത്ത ആളുകൾക്ക് നന്മ ചെയ്യുന്നത്, അവരോട് നീതിയോടുകൂടി വർത്തിക്കുന്നത് അള്ളാഹു വിലക്കുന്നില്ല, അത് പാടില്ല എന്ന് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതിയുടെ നിലപാടുകളെ മുറുകെ പിടിക്കുന്നവരെ, നീതി കാണിക്കുന്നവരെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹു തആല പറയാണ്, ഉദ്ഹിയ്യത്തിൽ നിന്ന് അമുസ്ലിമായ ഒരു മനുഷ്യന് കൊടുക്കാം, അവനെ ഭക്ഷിപ്പിക്കാം. കാരണം ലിഅന്നഹു സദഖതു തതവ്വുഇൻ, അത് സുന്നത്തായ സ്വതക്കയാണ്. ബാക്കിയുള്ള സ്വതക്കകളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഉദ്ഹിയ്യത്തും അവർക്ക് നൽകാവുന്നതാണ്. അഥവാ നിർബന്ധമായ സ്വതക്കയല്ല, സകാത്തിന്റെ വിധിയല്ല ഉദ്ഹിയ്യത്തിനുള്ളത് എന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ ഉദ്ഹിയ്യത്തിൻ്റെ ഓഹരിയിൽ നിന്ന് അമുസ്ലിമായൊരു മനുഷ്യന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തടസ്സമൊന്നുമില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകന്, അയൽവാസിയായ ദരിദ്രനായ ഒരു അമുസ്ലിമിന് നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ അത് പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു ഏറ്റവും നല്ല നിലയിൽ ഉദ്ഹിയ്യത്ത് പൂർത്തിയാക്കാൻ, ദുൽഹിജ്ജ മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين. السلام عليكم ورحمة الله وبركاته.